ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു ഓപ്പൺ നഴ്സ്. ഞാൻ ഡോക്ടർ ആൻഡ്രൂസ്, പ്രൊഫസർ മെഡിസിൻ, കൺസൾട്ടന്റ് ന്യൂറോളജിസ്റ്റ്. ഇന്നത്തെ വിഷയം സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് വാട്സാപ്പിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു വിഷയമുണ്ട്, ആൽക്കലൈൻ ഡയറ്റ്. എന്താണ് ആൽക്കലൈൻ ഡയറ്റ്, അതിലെ സത്യം എന്താണ്, മിഥ്യ എന്താണ് എന്നാണ് ഇന്ന് വിശകലനം ചെയ്യുന്നത്. പലരും പ്രചരിപ്പിക്കുന്നത് ആൽക്കലൈൻ ഡയറ്റ് കഴിച്ചാൽ ശരീരത്തിലെ ആസിഡ് മാറും, അതായത് pH മാറും, ക്യാൻസർ മാറും, എല്ലുകൾ ബലമുള്ളതാകും, ഡയബറ്റിസ് മാറും എന്നിങ്ങനെയുള്ള പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇത് ശാസ്ത്രീയമായി എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എന്താണ് ഈ ആൽക്കലൈൻ ഡയറ്റ്? ആൽക്കലൈൻ ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, നട്ട്സ് മുതലായ ആഹാരത്തിൽ കൂടുതലായി ഉൾക്കൊള്ളുകയും മത്സ്യം, മാംസം, പാലുൽപ്പന്നങ്ങൾ, പ്രോസസ്ഡ് ഫുഡ് എന്നിവ കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഭക്ഷണക്രമത്തെ പറ്റിയാണ്. എന്താണ് ഇവര് ഇതുകൊണ്ട് വാദിക്കുന്നത്? ഇവര് പറയുന്നത് ഈ ആൽക്കലൈൻ ഡയറ്റ് കഴിച്ചാൽ ശരീരത്തിലെ pH ആൽക്കലൈൻ ആകും. അങ്ങനെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്താൻ സാധിക്കും. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ശരീരത്തിലെ pH എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ആസിഡിന്റെ അളവിനെ, അല്ലെങ്കിൽ അസിഡിറ്റിയെയും ആൽക്കലിനിറ്റിയെയും ടെസ്റ്റ് ചെയ്യുന്ന ഒരു അളവുകോലാണ്. ഇത് 7.35 7.4 ഇടയിലാണ് ശരീരം ക്രമീകരിക്കുന്നത്. എന്തെങ്കിലും മാറ്റമുണ്ടായാൽ ഇത് ശ്വാസകോശവും വൃക്ക അഥവാ കിഡ്നിയും കൂടിയാണ് ഇത് ഒരു ബാലൻസ് ചെയ്ത് ഈ കൃത്യമായ ചെറിയൊരു ഇടവേളയിൽ ഇത് നിലനിർത്തും. അപ്പോൾ ഭക്ഷണം കഴിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ ആൽക്കലിനിറ്റി കൂടുതലുള്ള ആഹാരം കഴിച്ചത് കൊണ്ട് ശരീരത്തിലെ pH മാറുകയില്ല. അപ്പോൾ ഇത് ശാസ്ത്രീയമായിട്ട് തെറ്റാണ്. അപ്പം ഈ വിഷയം മനസ്സിലായല്ലോ. ഇനി അടുത്തത്, രണ്ടാമത്തെ വിഷയം, ആൽക്കലൈൻ അല്ലെങ്കിൽ ഈ ഡയറ്റ് കഴിച്ചാൽ എല്ലുകളുടെ ശക്തി വർദ്ധിക്കും. ഇതിനവർ കാരണമായിട്ട് പറയുന്നത് ആസിഡ് ഈ എല്ലുകളിലെ കാൽസ്യത്തെ മാറ്റുകയും അലിയിപ്പിച്ച് കളയുകയും അങ്ങനെ എല്ലുകളുടെ ബലം കുറയുകയും ചെയ്യുമെന്നാണ്. ഇതിനും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയുമില്ല. ദർ ഇസ് നോ കൺക്ലൂസീവ് എവിഡൻസ് ദാറ്റ് ആൽക്കലൈൻ ഡയറ്റ് വിൽ പ്രിവെന്റ് ഓസ്റ്റിയോപൊറോസിസ്. ഇനി ഏറ്റവും പ്രചാരത്തിലുള്ള വാദം എന്നാണ്, ഈ ആൽക്കലൈൻ ഡയറ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കും, ക്യാൻസർ വന്നാൽ മാറ്റും. ഇത് ഏറ്റവും അപകടകരമായ ഒരു മിഥ്യയാണ്. ഇതില് ഒരു ഭാഗം കറക്റ്റാണ്. അതായത് ക്യാൻസർ ഉള്ള സ്ഥലത്ത് ഒരു ആസിഡ് എൻവയൺമെന്റ് ഉണ്ട്. ഇത് ക്യാൻസർ കോശങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടാകുന്നതാണ്. അതല്ലാതെ ആസിഡ് എൻവയൺമെന്റ് ഉണ്ടായതുകൊണ്ട് ക്യാൻസർ ഉണ്ടായതല്ല. ക്യാൻസർ ഉള്ള സ്ഥലത്ത് അസിഡിക് എൻവയൺമെന്റ് ഉണ്ട് എന്നുള്ളത് കറക്റ്റാണ്. അപ്പൊ ക്യാൻസർ ആൽക്കലൈൻ ഡയറ്റ് കൊണ്ട് മാറും അല്ലെങ്കിൽ ഉണ്ടാകില്ല എന്നതിന് യാതൊരുമായ എവിഡൻസും ഇല്ല. ദർ ഇസ് നോ എവിഡൻസ് ദാറ്റ് ആൽക്കലൈൻ ഡയറ്റ് ക്യാൻ പ്രിവെന്റ് ഓർ ട്രീറ്റ് ക്യാൻസർ. അതുകൊണ്ട് ഡോക്ടർമാർ പറയുന്ന ക്യാൻസറുള്ള മരുന്ന് നിർത്തി ഈ ഡയറ്റിലേക്ക് മാത്രമായിട്ട് മാറുന്നത് ഒരിക്കലും ശരിയല്ല. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഈ ആൽക്കലൈൻ ഡയറ്റുകാരുടെ വാദങ്ങൾ പലതും തെറ്റാണെങ്കിലും ഇത് ആൽക്കലൈൻ ഡയറ്റ് കഴിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ടാണ് ഈ ആൽക്കലൈൻ ഡയറ്റ് കൊണ്ട് ഗുണം കിട്ടുന്നത്? അത് പ്രധാനമായിട്ടും ഭക്ഷണത്തിൽ ഈ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാരുകളും മറ്റും കൂടുതൽ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ്. അതോടൊപ്പം തന്നെ പ്രോസസ്ഡ് ഫുഡ് കുറയ്ക്കുകയും ചെയ്യുന്നത് ഇത് എപ്പോഴും നല്ലതാണ്. അപ്പം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, the benefits of alkaline diet comes not from alkaline pH but because of the change in the food habits. അപ്പം ആൽക്കലൈൻ ഫുഡല്ല, നല്ല ഭക്ഷണമാണ് ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം. അതുപോലെ തന്നെ മത്സ്യം, മാംസം മുതലായവ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കാരണം ഇത് പ്രോട്ടീൻ്റെ അളവ് കുറയുകയും ശരീരത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഭക്ഷണം കൊണ്ട് ശരീരത്തിൻ്റെ pH മാറില്ല. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ pH ചേഞ്ച് കൊണ്ടല്ല ആരോഗ്യത്തിന് ഗുണം കിട്ടുന്നത്, മറിച്ച് നല്ല ആഹാരക്രമം കൊണ്ടാണ്. ആയതിനാൽ
ആൽക്കലൈൻ ഡയറ്റ് എന്നതൊരു മാജിക് ഡയറ്റ് അല്ല. പക്ഷേ നല്ല ഭക്ഷണക്രമങ്ങൾ ആരോഗ്യത്തിന് നല്ലതാണ്. ആയതിനാൽ ഈ മിഥ്യകളെ പിന്തുടരരുത്. ശാസ്ത്രീയമായ രീതിയിൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക. ഈ വിഷയം ഇഷ്ടമായി എന്ന് കരുതുന്നു. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.